നമസ്കാരം, എല്ലാവർക്കും മല്ലീസ് വെള്ളത്തിലേക്ക് സ്വാഗതം. പിന്നെ എന്ത് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഉണ്ണിയുടെ പിറന്നാളൊക്കെ എല്ലാവരും കണ്ടില്ലേ? അടിപൊളിയായിരുന്നില്ലേ? ഉണ്ണിയുടെ പിറന്നാള് പുതുവണ്ടി വീട് പാർക്കിലെ ഡിഗ്നസിന്റെ വിജയാഘോഷം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇന്നും ഞാനൊരു പിറന്നാളായിട്ട് വന്നിരിക്കുന്നത് കന്നിമാസത്തിലെ ഉത്രാടം, എൻ്റെ അനിയത്തിൻ്റെ പിറന്നാളാണ്. അപ്പോൾ എന്തായാലും കന്നിമാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പിറന്നാളുകളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഉണ്ണിയേട്ടൻ്റെ പിറന്നാള്, വലിയൊരു പിറന്നാള്, കാർത്തിക പിറന്നാള്, അങ്ങനെ 3 പിറന്നാളുണ്ട് ഈ ഫാമിലിയിലെ ഈ മാസം വരുന്നത്. ഒരാളുടെ കൂടി പിറന്നാളുണ്ട് കേട്ടോ. അത് സസ്പെൻസാണ്, ബി സ്പെഷ്യലാണ് ആള്. അപ്പോൾ ആളുടെ വീഡിയോ ഞാൻ വരും പിന്നീട്, അത് സർപ്രൈസ് ആയിട്ട് നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്ന് വലിയൊരു പിറന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ വീഡിയോയിലേക്ക് പോവാട്ടാ. പിറന്നാളുകാരിയാണ് സദ്യ ഒരുക്കണം. എന്താ സ്പെഷ്യല്? വലിയ എന്തൊക്കെയാണെന്ന് സ്പെഷ്യൽ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കൂട്ട. അതെന്നെ അറിയണമെന്നവർക്കൊക്കെ അറിയാം. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ കണ്ടെടുത്തോണ്ട് എന്തിങ്ങനെ എനിക്ക് കൂട്ടം എടുത്തു. വലിയ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൂർക്ക കൊടുക്കുക. കൂർക്കക്കാലായ കൂർക്ക കൊടുക്കുക. അതും ചോറും മാത്രല്ല, ഏറ്റവും കോമ്പിനേഷനല്ലേ, അടിപൊളിയല്ലേ? ഏത് മാങ്ങിയ? മൂവാണ്ടനല്ല, നല്ല മണ്ണുള്ള അല്ലേ മാങ്ങ? വൈമാളിയിൽ നിന്ന് കിട്ടിയില്ലേ? കൂർക്കക്ക് വില കുറഞ്ഞപ്പോ കൂർക്കക്ക് 70 രൂപയല്ലേ? എന്നാലും ഉണ്ണിയേട്ടൻ തന്നില്ലേ ഗിഫ്റ്റായിട്ട്? അതല്ലേ ആ ചേച്ചിയെ ഉള്ളി നന്നാക്കലാണ്. അപ്പോൾ പണി ഇവിടെ പുരോഗമിക്കുന്നു. പറഞ്ഞിട്ട് അവിടെ വഴുതനങ്ങ നന്നാക്കാണ്. പറഞ്ഞിട്ട് വഴുതനങ്ങ നന്നാക്കി കഴിഞ്ഞാ? സഹായ കമ്മിറ്റിക്കാർ കുറേ പേരുണ്ട്. ഞാനും സഹായിക്കായിരുന്നു. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ സുഖല്ലേ നിനക്ക്? അമ്മൂന് സുഖല്ലേ? വളരെ സുഖമല്ലേ? ഡിഗൻസിന്റെ ക്ഷീണക്ക് മാറിയാ? ക്ഷീണം മാറി വരുന്നത് 5 മണിക്ക് അത് നമ്മുടെ വോളിബോൾ കോർട്ടിൽ വെച്ചിട്ട് അടിപൊളിയാക്കാം നമുക്ക്. ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, വന്നിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇവിടെ തിരക്കൊക്കെ അല്ലേ, എന്തായാലും വരും. ഞാൻ വരാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ റീച്ച് ആവുമ്പോഴേക്കും പരിപാടി കഴിയുമോന്ന് എനിക്കറിയില്ല, എങ്കിലും 5 മണിക്ക് പരിപാടി. ഓക്കെ, ഞാൻ നോക്കാം, വരാൻ നോക്കാം മാക്സിമം. ജിമ്മുണ്ട്, അതാണ് പ്രശ്നം. അത് ഇല്ല, ഇന്നൊരു ദിവസമല്ലേ, കുഴപ്പമില്ല. 2 ദിവസമായിട്ട് പോയിട്ട് ജിമ്മിന് 2 ദിവസമായിട്ട് ലീവാണ്. കാരണം ശരീരവേദന ഉള്ള കാരണം ചെറുതായിട്ട് 2 നോക്കണം. 2 ദിവസമായിട്ട് ഇന്നത്തെ ലീവ് ടിങ്കന് വേണ്ടിയിട്ട് അതെ നോക്കട്ടെ. അപ്പൊ എന്തായാലും മഹാനവമി ആയിട്ട് ലീവ് എടുക്കണോ? ജിമ്മുകാരെന്നെ പുറത്താക്കുയി. എന്തായാലും പോയില്ലെങ്കിൽ വിഷമാവൂടി. അവിടെ പൂജയ്ക്ക് വെക്കില്ലേ? എനിക്ക് വിഷമമാണ് ശരീരത്തിന്. തടി കുറഞ്ഞു തുടങ്ങിയത് പെട്ടെന്ന് കൂടാ. എന്തായാലും ജിമ്മിൽ ഞാൻ പോകും. എന്തായാലും നോക്കട്ടെ, ഞാൻ പറ്റിയ എന്തായാലും വീഡിയോ എടുക്കും. എന്താ വലിയുടെ ചേട്ടൻ ഇല മുറിച്ച് വന്നിരിക്കണം, നല്ല തൂശനില. കിട്ടിയ പറമ്പിന്? കാളിക്കുട്ട എന്തായി? അമ്മയ്ക്ക് നീ സർപ്രൈസ് കൊടുത്തു അല്ലേ? അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തില്ല. ഒരു സർപ്രൈസ് കൊടുത്താലോ അമ്മയ്ക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണനെ. അപ്പോൾ നാളെ പിറന്നാളും വരിക, സർപ്രൈസ് കൊടുക്കാം.
പിറന്നാളിന്റെ ഫസ്റ്റ് ഇങ്ങനെ നോക്കല ഇങ്ങനെ നോക്കിയിട്ട് ഇത് തുറന്നിട്ട് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. സർപ്രൈസ് എങ്ങനെ നന്നായി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാനിതെന്താന്ന് അതാണ് പ്രതീക്ഷിക്കാൻ സാധനം കൊടുക്കും. ഓക്കെ ബൈ. അമ്മ അതെങ്ങനെ ഉണ്ടാക്കിയത്? നമ്മള് ജെമിനിയിലാക്കിട്ടല്ലേ? അതെ അല്ലേ, സൂപ്പർ ആയത് അല്ലേ? നമുക്ക് ആ ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ. അവൾക്ക് ഒരാഴ്ച മുമ്പ് കൊടുത്തൂല്ലേ സർപ്രൈസ് ആയിട്ട്. പിന്നെ കുറെ പേര് അവൾക്ക് കൃഷ്ണനായിട്ട് എടുത്ത് നിൽക്കുന്നത് എല്ലാവരും അങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കാർത്തിക്കുട്ടൻ ഇവിടെ ഉണ്ട്, ഭദ്രക്കുട്ടി ഇല്ലാത്ത പിറന്നാളാണ്. കാത്തി ടൂർ പോവാണോ? പോയിക്കോ. നല്ല കാര്യം, നല്ല കാര്യം. കളി നല്ല നാടനായിട്ടുണ്ട്. ഇതാണ് ഗിഫ്റ്റ്. നാളല്ല, അപ്പൊ ഏറ്റവും സ്പെഷ്യലായ ആളാണ് ആരാ? മോനിപ്പോ സംസാരിച്ചു അവൻ കൊടുത്ത ഗിഫ്റ്റിനെ പറ്റിയിട്ട്. അതിലും സ്പെഷ്യലായ ഒരാളില്ലേ, വല്ലുവിന്റെ സ്വന്തം ലാഡു. വല്ലുവിന്റെ സ്വന്തം ലാഡുവിനെ നമുക്ക് കാണാം. വല്ലുവിന്റെ സ്വന്തം ലാഡു വല്ലുവിനെ കുറിച്ച് പറയാൻ ഒരു വാക്കിലോ ഒതുങ്ങില്ലാന്ന് അറിയാം. എന്നാലും 2 വാക്ക്. ഇല്ല, വല്ലു ഞാനാണ്, അത്രേ ഉള്ളൂ. അതെ, വല്ലു ഞാനാണ്. പിറന്നാളായിട്ട് ഗിഫ്റ്റ് മോൻ ആ ഫോട്ടോ കൊടുത്തു. ഞാൻ ഗിഫ്റ്റായിട്ട് ഇപ്പൊ നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ മേടിച്ചു കൊടുത്തു. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങള് വല്ലിനെ കുറിച്ച് പറയാൻ എന്താ പറയാ, നല്ല നല്ല കുട്ടിയാണ്. പിന്നെ എല്ലാ കാര്യം അറിയാലോ, പിന്നെ എന്തിനാ നമ്മള് പറഞ്ഞിട്ട് എന്താ കാര്യം. പക്ഷെ എങ്കിലും ഇന്നത്തെ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമയ്ക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് മാമയുടെ ബർത്ത്ഡേ, മാമ ജനിച്ച ദിവസം. അപ്പോ മാമ ജനിച്ചിട്ട് ചാച്ചയിൽ മാമ കൊണ്ടുവന്ന മാറ്റം, എന്നിൽ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുമ്പോ എന്നൊരു മാറ്റം അത് മാത്രമറിയാം. എങ്കിലും ചാച്ച നല്ലൊരു മാറ്റങ്ങളാക്കി കൊറേയൊക്കെ. തടിയെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ അവള് ശേഷം ആ മാറ്റല്ല, ഭയങ്കര മാമ എന്നുള്ള വ്യക്തിനെ പറ്റിയിട്ട്. നമ്മള് മരിച്ചു പോയില്ലേ, ചേച്ചി ചേച്ചി മരിച്ചു, അച്ഛൻ മരിച്ചു, ഇപ്പൊ ഞാനും ചേച്ചിയുള്ളൂ. പിന്നെ ചേച്ചിമാരുണ്ട് അവിടെ, ചേട്ടനുണ്ട്. അപ്പൊ അത് ഒരു ഇതല്ലേ, അപ്പൊ അതിനുള്ള സ്നേഹങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരമ്മ ഉണ്ട്, അതല്ലേ പറഞ്ഞത്. ഞാൻ രണ്ടായിട്ട് കാണില്ല, ഒന്നായിട്ട് കാണുന്നുള്ളൂ ഞങ്ങള്. അപ്പൊ രണ്ടാക്കാൻ പാടില്ല. ഇല്ല ഒരിക്കലും ഇല്ല. അല്ല, വല്ലി അതായത് എല്ലാം അവന് അമ്മയാണ്, ഭാര്യയാണ്, ചേച്ചിയാണ്, അതുപോലെ അനിയത്തിയാണ്, എല്ലാമാണ്. ഒരു സ്ത്രീയില് പല പല ഭാവങ്ങളിലെല്ലാം ഒന്നായിട്ടുള്ള അനിയത്തിയാണ് എന്റെ. അവരാണ് ഞാനും വല്ലു ഒന്നാണ് എന്ന രീതിയിൽ ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകണം. വല്ലു ഇല്ലാണ്ട് ലാഡു ഇല്ല, ലാഡു ഇല്ലാണ്ട് വല്ലു ഇല്ല. വെഡിങ് ആനിവേഴ്സറി ഈ മാസം. നമ്മളെ കുടുംബമുണ്ട്, നമ്മളെ കൂട്ടുകാരന്മാരുണ്ട്, നമ്മളെല്ലാതും അതിലുണ്ട്. അതാണ് 30-ാം തീയതി അനിയത്തി വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. അത് നമുക്ക് പൊളിക്കണം. അതും മറ്റൊരു സുദിനം, നല്ലൊരു ദിവസമായിട്ട് വരട്ടെ. ഈശ്വര സഹായിക്കട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സ്വാമി ഗുരുവായൂരപ്പനൊക്കെ എല്ലാവരും. കഴിഞ്ഞ എല്ലാം സെറ്റായില്ലേ? പായസം കൂടി ഇല്ലേ? അനിയത്തിക്ക് എല്ലാ ആശംസകളും. ഓക്കെ,
സേതുമോള് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. മേമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം നീ അതിൽ കളഞ്ഞൊരു വാക്കില്ല. 2 മേന്മാരാണ് എനിക്കുള്ളത്. വളരെ സന്തോഷം. നമ്മുടെ ഏറ്റവും ഇളയ നാത്തൂന്റെ പിറന്നാളിന് പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. അല്ല, എനിക്ക് സാധിക്കാറുണ്ട്. അതിന്റെ ഭയങ്കര സന്തോഷം. പിന്നെ നിങ്ങളുടെ കൈ കൊണ്ടൊക്കെ കിട്ടുന്നില്ലാത്ത ആഘോഷം, ഞങ്ങൾക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയാണ്. കാരണം കണ്ണേട്ടൻ ബോംബെക്ക് പോണ കാരണം അതുകൊണ്ട് എനിക്ക് മിക്ക ഫംഗ്ഷൻസ് ആവാറില്ല. അപ്പൊ അവൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സന്തോഷവും. ആങ്ങളെ പല്ല് കെട്ടിയിട്ടിരിക്കാണ്. അത് കാരണം ആങ്ങളൊക്കെ ഒരു വിഷമം. നമുക്ക് പിറന്നാളുകാരിനെ കാണാം. പിറന്നാളുകാരി ഒരുങ്ങുണ്ട്. പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുക്കങ്ങള് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ ഒരുങ്ങിയതിന് ശേഷം പണി ചെയ്യാറ്. പണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരുങ്ങാറ്. പിറന്നാളിന് നല്ല കോളടിച്ചിട്ടുണ്ട്. പിറന്നാളിന് നല്ല കോളടിച്ചു. എന്റെ ആശിയാണ് എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ചെയ്തത് ഈ ചുരിദാറ്. സൂപ്പറായിട്ടല്ലേ? അത് ഭയങ്കര രസമാണ്. എന്റെ ഡ്രസ്സ് ചേച്ചി കാണാതെ കൊണ്ടുപോയിട്ട് സിന്ധേച്ചിയുടെ അടുത്ത് കൊണ്ട് സർപ്രൈസ് ആയിട്ട് എനിക്ക് തന്നതാ. അത് കാരണം കൊണ്ടാണ് ലൂസ്. അവനേക്ക് തിരിച്ചില്ലേ കുറച്ചുകൂടി ഒരു 6 കിലോളം കുറഞ്ഞില്ല ജിമ്മിലൊക്കെ പോയിട്ട്. അതിനാണ് ആ ലൂസ്. നല്ല സന്തോഷമായി. പക്ഷെ അത് പറഞ്ഞ പോലെ ഭയങ്കര വർക്കത്തുണ്ട് ചേച്ചിയുടെ കഴിഞ്ഞിട്ട്. പിന്നെ കൊറേ ഡ്രസ്സുകൾ കിട്ടി ചേച്ചിയുടെ വകകളിലേക്ക് സമ്മാനം. സ്വർണ്ണേച്ചി ജീൻസ് ആണ് തന്നിരിക്കുന്നത്. സ്വർണ്ണേച്ചി ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ക്യാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാകും. ചേച്ചി ഭയങ്കര ഇഷ്ടം ഞങ്ങളുടെ ഡ്രസ്സ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പലാസോ പോലെയായിട്ടുള്ള ജീൻസ് അല്ലേ സൂപ്പറായിട്ടുണ്ട്. കിട്ടെങ്കിൽ ചെയ്യാട്ടാ. ബ്ലാക്ക് ജീൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അല്ലേച്ചി ഇതെന്റെ വക സമ്മാനം. എന്റെ അമ്മായിയുടെ സമ്മാനം. ചേച്ചി നല്ല കളറാണ് തന്നിരിക്കുന്നത്. വെറൈറ്റി കളറായി. ബനാറസിയുടെ കണ്ടില്ലേ? സൂപ്പറായില്ലേ കളറ്? സേതുവിനെ വിളിക്കാം. സേതു ഇന്നലെ അറിഞ്ഞില്ല പാവം. അവള് വെനീസിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. അവള് പോയിട്ട് അവള് വന്നു നോക്കിയപ്പോഴും എന്റെ പിറന്നാളിന് തന്നത്. അപ്പൊ ശ്രീജിത്തിൽ തിരക്കുള്ള കാരണം കൊണ്ട് ശ്രീജിത്ത് ഇവിടെ സേതുവിനെ നിർത്തി പോയി. അപ്പൊ സേതു എനിക്ക് തന്നു. അപ്പൊ സേതുവിന്റെ ചുട്ടാറ് സേതു അവൾക്ക് തൃപ്തിയില്ല അത്ര. പക്ഷെ അവൾ രാത്രി പോയിട്ടാണ് അവൾ എടുത്തത്. അപ്പൊ ഇവിടെ സെന്ററിൽ നിന്ന് കിട്ടിയത്. അപ്പൊ നമുക്ക് തൃപ്തിയാവാതെ നല്ല ചുതാറ് നല്ല വില. പിന്നെ അത് കൂടാതെ അവൾ അതിന് പകരമായിട്ട് വേറെ അവൾക്ക് എന്താ തൃപ്തിയാവാതെ 2 കിലോന്റെ വേറെ ചോക്ലേറ്റ് സ്പോൺസർ. 1ാം പിറന്നാളാണോ? സന്തോഷം. രാജമായി സെറ്റുമുണ്ട് അല്ലേ? പിന്നെ എന്റെ ഭർത്താവ് എടുത്തത്. അയ്യോ ഭർത്താവ് എടുത്തന്നായിരുന്നു. ഷണുവിന്റെ ഗിഫ്റ്റ്. നല്ല രസമുണ്ട് അല്ലേ? ഇത് റെഡിമെയ്ഡാ? സൂപ്പറായിട്ടുണ്ട്. പിന്നെ അല്ലേ? അങ്ങനെ 2 ഉണ്ട്. പിന്നെ ഒരെണ്ണം വേറെ വൈറ്റ്. സൂപ്പറായി, അടിപൊളി. രാജനായി. രാജൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ സൂപ്പർ എന്നാണ്. അടിപൊളി. ഇനിയിപ്പോ രാധമായി തന്നില്ലേ സെറ്റുമുണ്ട്? അച്ഛ ഓക്കെ. അച്ഛ സാരി, പട്ടുസാരി. വയ്യേട്ട വല്യേ ഒരു കൊല്ലത്തേക്ക് ഡ്രസ് എടുക്കണ്ട. ഓണത്തിന് എനിക്ക് 13 ജോഡി ഡ്രസ് കിട്ടി.
രാധമായി തന്ന സെറ്റും ഉണ്ട്. സൂപ്പർ. നോക്കട്ടെ, നല്ല കളർ അല്ലേ? ചേച്ചി മോനിവിടെ കിടന്നിട്ട് ലഹള ബഹള. എത്ര എണ്ണം കിട്ടി? ഓയ് സൂപ്പർ. പിന്നെ കോമ്പിനേഷന്റെ വക പൈസയും പിന്നെ നമ്മുടെ അംബികേച്ചിന്റെ വക ഐസ്ക്രീം ഷേക്ക് കേക്ക് വേറെ പറഞ്ഞല്ലോ. പിന്നെ കാളിച്ചന്റെ ഗിഫ്റ്റ് പിന്നെ അത് കൂടാതെ കുറെ പേര് മാളു പിന്നെ ശ്രീലക്ഷ്മി ജിജി അവരൊക്കെ അണ്ണനെ ഞാൻ എടുത്തിട്ടുള്ളത് പിടിച്ചിട്ടുള്ള കേട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളത്. അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഫോട്ടോസും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എല്ലാവരോടും ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. എന്തായാലും നമുക്ക് കേക്ക് മുറിക്കാൻ സമയം കളയണ്ട. കേക്ക് മുറിക്കാം. ചേച്ചി ഉണ്ണൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരിക അല്ലേ? ചേച്ചിയെ വാ. ലളിതഗാനം ലെന എന്നല്ല കെ.
അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ഡിങ്കൻസിന്റെ വിജയാഘോഷത്തിന്റെ അവിടേക്ക് പോയേക്കുന്നു. ഇത് കാർത്തിക്കുട്ടന് കിട്ടിയ പ്രൈസുകളാണ്. കളിക്കൊക്കെ എല്ലാവർക്കും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വിജയാഘോഷമായിരുന്നു. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വേഗം പോകുന്നു. ഇവിടെ അച്ഛക്ക് ഉണ്ട്, അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം. അത് കാരണം വേഗം പോകുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വലിയ പിറന്നാളും ഡിങ്കൻസിന്റെ വിജയാഘോഷമൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.